അപ്പൊ കൈ ഇങ്ങോട്ട് അറ്റണ്ട് പോന്നു, കൈ ഇങ്ങോട്ട് അറ്റു പോന്നു, ആ കയ്യിൽ വാളും. ഹലോ, എല്ലാവർക്കും സുസൈൻ മീഡിയത്തെ പുതിയൊരു വ്ളോഗൊക്കെ സ്വാഗതം. ഞങ്ങളിപ്പോൾ ഉള്ളത് അജ്മീറിലാണ്. അജ്മീറിൽ ഇപ്പോൾ ഒരു പുതിയൊരു ജാഗയ്ക്ക് ഞങ്ങൾ എന്താണ് പോകേണ്ടതാണ്. ഈ ഒരു ജാഗച്ചുള്ളത് ബഹുമാനപ്പെട്ട ഖാജ മൊയ്‌നുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹുവിന്റെ മോനായ ഫഖറുദ്ദീൻ ബാബ സർവാരി തങ്ങളെ ആ ഒരു മക്ബറത്ത് ആണ് പോകേണ്ടത്. ഇപ്പോൾ ഫഖറുദ്ദീൻ ബാബ സർവാരി ഏറ്റവും വലിയൊരു പ്രഗത്ഭനായ ഒരു ആളും അതേപോലെ ഏറ്റവും വലിയൊരു പണ്ഡിതനും വലിയൊരു സൂഫിയും വലിയൊരു വലിയുമാണ് ബഹുമാനപ്പെട്ടവർ. അപ്പോൾ അയാൾ ആ ഒരു ദർഗത്ത് കാണുക ഇല്ലെങ്കിൽ ആ ഒരു മക്കാമ് കാണുക ഞങ്ങൾക്ക് എന്താക്കിയാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് ആ ഹാജറെ ആ ഒരു ഞങ്ങൾ എടുക്കണമെങ്കിൽ റൂമിൽ നിന്നിട്ട് ചെറിയൊരു ജാഗയ്ക്ക് നമുക്കെന്നുള്ള ഈ ഒരു ഇങ്ങനത്തെ ഒരു പ്ലേസ് പറയും ഉള്ളിൽ ഒരു 200-300 മീറ്റർ നടന്നെങ്കിൽ ഈ ഒരു പ്ലേസ് ഞങ്ങൾക്ക് എത്താം. ഞങ്ങൾക്ക് പോകുമ്പോൾ കുറേ കത്തിലൂടെ എന്താക്കുന്നതാണ് കാണേണ്ടതാണ്. ഇട്ടുകയും മണ്ണും അതായത് പൊയ്യും നിറച്ചിട്ട് കൊണ്ടുപോകേണ്ടത് സ്വാഭാവികം. ഞങ്ങൾക്ക് ഇവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ അജ്മീറിൽ പണിത് ഇങ്ങനത്തെ ഒരുപാട് ഞങ്ങൾക്ക് കാണുമ്പോൾ സാധ്യമാവും. പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടംപോലെ കത്തര കൊണ്ടിട്ടാണ് ഇവിടെ എന്താക്കുന്നത് സ്വരപ്പാട്ടല്ലോ. ഏതായാലും ഞങ്ങളിപ്പോൾ ആ സർവാരിക്ക് പോകേണ്ട ഈ ഒരു ജാഗയ്ക്ക് ഞങ്ങൾ ഇവിടെ വന്നിട്ട് കണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ എന്തൊക്കെ കിട്ടും, ഇഷ്ടംപോലെ ഷെയർ ടാക്സി എല്ലാം കിട്ടും. അപ്പോൾ ചെറിയൊരു പൈസ കൊടുത്തിട്ട് ഞങ്ങൾ എന്താക്കാം സർവാർക്ക് ഞങ്ങൾക്ക് എന്താക്കാം പോകണമൊക്കെ ആടും. അപ്പോൾ ഈ സർവാർ ഏകദേശം ഇവിടെ അജ്മീറിൽ ഏകദേശം 60 കിലോമീറ്ററാണ് ഞങ്ങൾക്ക് ഇവിടെ ഉള്ളത്, സർവാർ പോകണമെങ്കിൽ ഉള്ളത്. അപ്പോൾ ഞങ്ങളിപ്പോൾ പോകേണ്ട സന്ദർഭത്തിൽ ഞങ്ങൾ പോയത് എന്താണ് റൈഹാൻ ഹോൾ ടൂറിസ്റ്റുകളുടെ ഒരു പാക്കേജിലാണ് പോയത്. അപ്പോൾ ഈ ഒരു പാക്കേജ് പോയത് കൊണ്ടിട്ട് ഞങ്ങൾക്ക് മെയിനായിട്ടുള്ള സൗകര്യം, റൂം സൗകര്യം ആവട്ടും അതേപോലെ പോകണമെങ്കിൽ ഗാഡിയുടെ വ്യവസ്ഥ ആവട്ടെ ഇതെല്ലാം അങ്ങനെ ആക്കി തണ്ടത് കൊണ്ടിട്ടും നമുക്ക് എന്തില്ല എതിർ വിഷയം ഞങ്ങൾ കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതെല്ലാം നിങ്ങൾ സിംഗിൾ പോകണമെങ്കിൽ സർവർ പോകണമെങ്കിൽ ഇഷ്ടംപോലെ ഷെയർ ടാക്സ് കിട്ടും. ആ ഷെയർ ടാക്സ് കൊണ്ട് നിങ്ങൾക്ക് എന്താക്കാം ഈ ഒരു അജ്മീർ അവർ സർവാർ ഷെരീഫ് പോകണമെങ്കിൽ എന്താക്കാം പോകണമെങ്കിൽ സാധ്യമാണ്. പിന്നെ ഇത് അജ്മീറിലുള്ളൊരു ആ ഒരു ടൗൺ ഏരിയയാണ്. അവിടെ ഉള്ള അങ്ങാടിയും അതേപോലെ അവിടെ ഉള്ള ഒരുപാട് കാഴ്ച നിങ്ങൾക്ക് ഉണ്ട്. അജ്മീറിൽ വന്നെങ്കിൽ ഒരുപാട് കാഴ്ച നിങ്ങൾക്ക് എന്താ കാണാൻ സാധ്യതയുണ്ട്. അവിടുത്തെ ആൾക്കാരും കൾച്ചറും അതുപോലത്തെ അവിടുത്തെ ഒരുപാട് കെട്ടിടവും ചില കെട്ടിടങ്ങൾ ഞങ്ങൾ കണ്ടെങ്കിൽ പല രൂപത്തിലാണ് ഞങ്ങൾക്ക് എന്തോ കാണാൻ സാധ്യത. അവിടെ കണ്ടില്ല അങ്ങനത്തെ പോലെ. അതേപോലെ ഒരുപാട് പാവപ്പെട്ട ആൾക്കാരുടെ ജീവിതമാണ്. അതായത് ഒരു നാളത്തെ അവസ്ഥയ്ക്ക് വേണ്ടിയും ഒരു നാളത്തെ ആ ഒരു മനുഷ്യർക്ക് മെയിനായിട്ട് ആക്കണമെങ്കിൽ പ്രവൃത്തി നമുക്ക് എന്തോ കാണാൻ സാധ്യത. സ്വാഭാവിക എല്ലാ രാജ്യത്തിലും ഉണ്ട്. പക്ഷേ അജ്മീറിലുള്ള ചെറിയ സ്വരം കൊണ്ടിട്ട് ആൾക്കാർ നയിക്കണമെങ്കിൽ കാര്യം നമുക്ക് എന്താ ഈ ഒരു പോകേണ്ട തെരുവിലൂടെ നമുക്ക് കാണാം. അതേപോലെ ഈ ഒരു സർവാർ ഷെരീഫ് പോകേണ്ട ഈ ഒരു റോഡിലൂടെ നമുക്ക് ഒരുപാട് കൃഷി ഇപ്പം നാട്ടിൽ പഠിച്ചു വന്ന പോലെ മാച്ചിലാക്കുന്ന ഒരു ഏരിയ ആണ് അവിടെ ഉള്ളത്. അവരുടെ ഫാമിലിയും കാര്യം ഈ ഒരു ജാഗിലാണ് കിടക്കുന്നതും കാര്യം കണ്ടില്ല. ഇത്ര ഒരു പാവപ്പെട്ട ആൾക്കാരാണ് ഇവിടെ ഉള്ളതുകൊണ്ടാണ്. അതേപോലെ ഈ ഒരു അടുത്ത് ചെന്ന പോലെ ഈ സർവാർ ഷെരീഫ് പോകേണ്ട സന്ദർഭത്തിൽ നമുക്ക് ഒരുപാട് കൃഷി ആക്കട ഒരുപാട് ഭൂമി നമുക്ക് കാണും. കൃഷി ആക്കിടതും അതേപോലെ ഒരുപാട് വലിയ വലിയ ഗുഡ്ഡങ്ങ ഒരുപാട് കാണുക സുന്ദരമായി നമുക്ക് ഒരുപാട് കാഴ്ച നമുക്ക് ഈ ഒരു സർവാർ ഷെരീഫ് പോകേണ്ട സന്ദർഭത്തിൽ നമുക്ക് കാണാൻ സാധ്യതയുണ്ട്. അതേപോലെ കൃഷിക്കാരാണ് അധികമായിട്ട് നമുക്ക് കാണാൻ സാധ്യതയുണ്ട്. അതേപോലെ ഈ പൈര പോലത്തെ ആൾക്കാർ, അത് മെയ്പ്പാട്ട ആൾക്കാർ, ആട് മെയ്പ്പാട്ട ആൾക്കാർ, ഇങ്ങനത്തെ ഉള്ള ഒരുപാട് കാര്യം നമുക്ക് എന്താവും ഇപ്പോൾ കാണുക സാധ്യതയുണ്ട്. അങ്ങനെ ഏതായാലും ഞങ്ങളിപ്പോൾ സർവാർ ഷെരീഫ് പോകേണ്ടത് കൊണ്ടിട്ടും ബഹുമാനപ്പെട്ട സർവാർ ഷെരീഫ് തങ്ങളെ ആ ഒരു ബാബ ഫഖറുദ്ദീൻ തങ്ങളെ ആ ഒരു ചരിത്രം കാര്യം ഞങ്ങൾ നോക്കേണ്ട കണ്ടെങ്കിൽ നമുക്ക് ഒന്നുള്ളത് പോലെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പ്രചാരണത്തിന് മെയിനായിട്ടാണ് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു നിർദ്ദേശപ്രകാരമാണ് ഇവിടേക്ക് വേണ്ടത് അജ്മീർക്ക് വേണ്ടത്. ആ ഒരു ചരിത്രം കാര്യം എന്നാണ് കഴിഞ്ഞ ഒരു വീഡിയോ ഞാൻ ചൊന്നുരാം. അപ്പോൾ ഈ ഒരു അജ്മീർക്ക് ബണ്ട സന്ദർഭത്തിൽ ഏകദേശം ഹിജ്റ 588 ബഹുമാനപ്പെട്ടവർ ഇവിടേക്ക് വേണ്ടത് അജ്മീർക്ക് വേണ്ടത്.
അപ്പോൾ ഇവിടെ രാജാവായിട്ടുള്ളത്, അതായത് ഈ ഒരു രാജസ്ഥാൻ ഭരിച്ചുകൊണ്ടിരുന്നത് രജപുത് രാജാവായ പൃഥ്വിരാജ് ചൗഹാനാണ്. അപ്പോൾ പൃഥ്വിരാജ് ചൗഹാനാണ് ഈ ഒരു അജ്മീർ കാര്യം ഇവിടെ നിന്ന് ഭരിച്ചുകൊണ്ടിരുന്നത്, ഇവിടുത്തെ രാജാവായിട്ടിരുന്നത്. രജപുത് രാജാവ് ഭരിച്ചു ഇങ്ങനത്തെ കോട്ടയം ഇൻഷാല്ല പണ്ട് ഒരു വീഡിയോ കാട്ടാം. അപ്പോൾ ഞാൻ നേരത്തെ ചെന്ന പോലെ ഞങ്ങൾ കാണുമ്പോൾ ഒരുപാട് മലനിരകൾ, ഒരുപാട് പർവ്വത പോലത്തെ ഒരുപാട് കാഴ്ച നമുക്ക് ഈ ഒരു റൂട്ടിൽ എന്താവും കാണാൻ സാധ്യതയുണ്ട്. അതേപോലെ ഈ സർവർ ഷെരീഫ് പോകണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇത് മാത്രമല്ല, ഷെയർ ടാക്സി അല്ല, ബസ്സും കൂടി നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അതിലും കൂടി നമുക്ക് എന്താക്കാം പോകുന്നത് അവിടെ. അപ്പോൾ ഏതായാലും ഞാൻ ചൊന്നത് വന്ന പോലെ ബഹുമാനപ്പെട്ടവർ എവിടേക്ക് ഈ അജ്മീർക്ക് ബന്ധ സന്ദർഭത്തിൽ ചൊന്നല്ലേ ആ ഒരു പ്രകൃതി സൗന്ദര്യം ഞങ്ങൾ പോകുന്ന സംഭവം ഇങ്ങനെ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതും ചരിത്രത്തിൽ പറയാം. അങ്ങനെ ബഹുമാനപ്പെട്ടവർ ഈ ഒരു എവിടേക്ക് അജ്മീർക്ക് വന്ന സന്ദർഭത്തിൽ ഈ പൃഥ്വിരാജ് ചൗഹാനാണ് ഏറ്റവും വലിയ ഉപദ്രവകാരിയാക്കുന്നത്. എന്നാൽ പിന്നെ ഈ പൃഥ്വിരാജ് ചൗഹാന്റെ സോപ്പാട്ടർ ചൊല്ലതാരാണ്? ഷിഹാബുദ്ദീൻ ഗോറിയാണ് സോപ്പാട്ടത്. അത് കാര്യം ഞാൻ പിന്നെ ചൊല്ലാം. ഏതായാലും ഈ ബഹുമാനപ്പെട്ടവർ ഇങ്ങനെ ഈ അജ്മീർക്ക് വന്ന സന്ദർഭത്തിലാണ് ഒരു നാൾ ഉറങ്ങി കിടക്കുന്ന സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ടവർ ഒരു കിനാവ് കണ്ടതാണ്. ബഹുമാനപ്പെട്ട അജ്മീർ ഖ്വാജ ഒരു കിനാവ് കണ്ടതാണ്. ആരത്? ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കിനാവ് കണ്ടു. കിനാവിൽ ചൊല്ലേന്ദ്ര ചൊന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ സുന്നത്തും ആക്കണമെങ്കിൽ ഒരാളാണ് ആര് നീ, അതായത് ഹൊജട്ട് ചൊല്ലാൻ എൻ്റെ എല്ലാ സുന്നത്തും നീ എന്താക്കിരാ ആക്കിര പ്രവർത്തിച്ചാക്കിരാം. പക്ഷേ ഒരു സുന്നത്ത് നീ ഇതുവരെ നിന്റെ കൊണ്ട് നീ എന്താക്കിയിട്ടില്ല ആക്കിയിട്ടില്ലല്ലേണ്ട ആര് ചൊല്ലെ? ബഹുമാനപ്പെട്ട ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ആരട്ടിക്ക് ചൊല്ലേ? അജ്മീർ ഖ്വാജട്ട് ചൊല്ലേ. അപ്പോഴാണ് അജ്മീർ ഖ്വാജയുടെ എന്താണെന്നാണ് ഇന്ന് ആക്കോ ബാക്കിയുള്ളെങ്കിൽ സുന്നത്ത്. അപ്പോഴാണ് ചൊല്ലത് നീ എന്താക്കിയിട്ടില്ല ഏറ്റവും വലിയ ഒരു സുന്നത്താണ് കല്യാണം കഴിക്കുക, ഇത് മങ്ങിലാവുക ചൊല്ലിയത്. അപ്പോഴാണ് ബഹുമാനപ്പെട്ടവർ ഓർത്തത് ഓർക്കല്ലേ നീ മങ്ങിലാകാനായിട്ടില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നതുപോലെ മങ്ങിലാവണോ എന്നുള്ള ചിന്തയിലാണ് പിന്നീട് ആരെക്കളെ ബഹുമാനപ്പെട്ട അജ്മീർ ഖ്വാജക്കളെ അങ്ങനെ കുറേ ചിന്തിക്കുക എങ്ങനെയാണെന്ന് മങ്ങിലാവട, എങ്ങനെ ആ കാര്യം ഇങ്ങനെ ചിന്തിക്കുന്ന സന്ദർഭത്തിലാണ് ഒരു നാൾ ഈ രജപുത്ത് രാജാവായ എനിക്ക് പൃഥ്വിരാജ് ചൗഹാന്റെ സോപ്പാട്ടി ആളാണ് ആറ് നേരത്തെ ചെന്ന പോലെ ഷിഹാബുദ്ദീൻ ഗോറിയാണ് യുദ്ധാക്കിയിട്ട് ആറ് സോപ്പാട്ടരുത്? ഈ പൃഥ്വിരാജ് ചൗഹാന്റെ സോപ്പാട്ടര്. അപ്പോൾ പിന്നീട് ഷിഹാബുദ്ദീൻ ഗോറിയാണ് ഇവിടെ ഈ ഡൽഹി ഭരിക്കുന്നത്. രാജസ്ഥാനാണ് പിന്നെ ഡൽഹിയാണ് മെയിൻ. അപ്പോൾ ഷിഹാബുദ്ദീൻ ഗോറിയുടെ ഗവർണറാണെന്ന് കുത്തുബുദ്ദീൻ ഐബക്ക്. കുത്തുബുദ്ദീൻ ഐബക്ക് നമുക്ക് ഡൽഹിയിലുള്ള എനിക്ക് കുത്തുബ് മിനാറുള്ളാക്കിയതാണ്. അപ്പോൾ കുത്തുബുദ്ദീൻ ഐബക്ക്. അപ്പോൾ കുത്തുബുദ്ദീൻ ഐബക്കർ ഗവർണറായിട്ടുള്ള ആളാണ് സയ്യദ് വജീഹുദ്ദീൻ മഷ്ഹദി റളിയല്ലാഹു അൻഹു. അപ്പോൾ ഇയാൾ ഇവിടുത്തെ രാജസ്ഥാൻ എന്താണ് ഗവർണറായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇയാൾക്ക് ഒരു കിനാവ് കണ്ട് ആർക്ക്? ബഹുമാനപ്പെട്ട സയ്യിദ് വജീഹുദ്ദീൻ മഷ്ഹദി റളിയല്ലാഹു അൻഹു ഒരു കിനാവ് കണ്ട്. ഈ കിനാവ് കണ്ടത് ആരെ ചൊന്നുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട മൂസൽ ഖാദിമി റളിയല്ലാഹു അൻഹു. അത് മൂസൽ ഖാദിമി ബഗ്ദാദിലുള്ള ആളാണ്. അപ്പോൾ മൂസൽ ഖാദിമിയുടെ അതല്ല ജാഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹു. ഈ ജനറൽ അഭിപ്രായമുണ്ട്. ഈ ജനറൽ ഒരാളുടെ കിനാവാണ് ആര് കണ്ടത്? ബഹുമാനപ്പെട്ട വജീഹുദ്ദീൻ മഷ്ഹദി റളിയല്ലാഹു അൻഹു കണ്ടത്. അപ്പോൾ ഈ കിനാവിൽ വന്നൊരു ചൊല്ലിണ്ടെങ്കിൽ നിങ്ങളെ മോല് എന്താക്കണം? അതായത് ഇസ്മത്തുള്ള ബീവി റളിയല്ലാഹു അൻഹയുടെ നിങ്ങൾ എന്താക്കണം? ബഹുമാനപ്പെട്ട അജ്മീർ ഖ്വാജക്ക് നിങ്ങൾ എന്താക്കണം? മങ്ങിലാക്കി കൊടുക്കണമെന്നാണ് ചൊല്ലത്. അങ്ങനെ എന്താക്കിയിട്ട് ഈ ബഹുമാനപ്പെട്ട ഈ വജീഹുദ്ദീൻ മഷ്ഹദി റളിയല്ലാഹു അൻഹു കാരണം ഗവർണറാണ്. പിറ്റേണ്ട് ഈ കിനാവ് കണ്ട് പിറ്റേണ്ട് എഞ്ച് വന്നിട്ട് നേരെ വന്നിട്ട് ആരട്ടെ ബഹുമാനപ്പെട്ട ഖ്വാജ തങ്ങളുടെ ചൊല്ലിട്ട് നക്കി ഇങ്ങനെ ജാവും ഇങ്ങനത്തെ ഒരു കിനാവ് കണ്ട്. അപ്പോൾ എൻ്റെ മുകളിൽ നിങ്ങൾക്ക് മങ്ങിലാക്കി തണ്ടത് നക്കി അതൊരു അഭിപ്രായമില്ല, ഞാൻ നിങ്ങൾ മങ്ങിലാക്കി തന്നെ. അപ്പോഴാണ് ബഹുമാൻ ഖ്വാജ ചൊല്ലത് ഒക്കെ നക്കും ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിനാവും കണ്ട് നക്കും മങ്ങിലാവും ഇത് എന്ത്. പക്ഷേ എങ്ങനെ ഇതിൽ ഒരു ടെൻഷൻ കാര്യത്തിലാണ് ഞാൻ ഇന്നതുണ്ടാണ് ചൊല്ലത്. അങ്ങനെ ബഹുമാനപ്പെട്ടവർ ചൊന്നത് കൊണ്ടിട്ട് ഹിജ്റ 590 ആറ് മങ്ങിലവിടെ ബഹുമാനപ്പെട്ട ഇസ്മത്തുള്ള ബീവി റളിയല്ലാഹു അൻഹ എന്താ അവിടെ മങ്ങിലവിടെ. അങ്ങനെ ഇസ്മത്തുള്ള ബീവി റളിയല്ലാഹു അൻഹ മങ്ങിലായിട്ട് ഹിജ്റ 591 എന്താ അവിടെ ഇത് ആദ്യത്തെ കിടാവ് ജനിക്കുന്നത്. ഇത് ആദ്യത്തെ കിടാവ് ഇല്ലെങ്കിൽ ജനവത്തി കിടാവെന്ന അഭിപ്രായമുണ്ട്. ഏതായാലും ചില ചരിത്രങ്ങൾ ഫസ്റ്റത്തെ കിടാവാണ്. അബുൽ ഖൈർ ചൊല്ലിന്റെ സ്ഥാനപ്പേരുള്ളെങ്കിൽ ബഹുമാനപ്പെട്ട ഫഖറുദ്ദീൻ ബാബ സർവാരി തങ്ങളുടെ ഒരു ജനനം ചൊല്ലത് ഇങ്ങനെയാണ് ഉണ്ടായത്. ഈ ഫഖറുദ്ദീൻ ബാബ സർവാരി തങ്ങളെ കുറിച്ച് ചൊല്ലേണ്ടതുണ്ടെങ്കിൽ ഏറ്റവും പേടിക്കൊണായ ഒരു കാര്യമാണ്. അതായത് ബഹുമാനപ്പെട്ട അജ്മീർ ഖ്വാജ ചൊന്ന ഒരു കാര്യം എന്തൊരു ചൊന്നേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾ നണ്ട് പേടിച്ചില്ലാണ്ട് കണ്ടെങ്കിൽ നിങ്ങൾ ആരെ പേടിക്കണം? എൻ്റെ മോണ്ട് നിങ്ങൾ എന്താക്കണം? പേടിക്കണം. അതായത് ബഹുമാനപ്പെട്ട ഈ ഫഖറുദ്ദീൻ ബാബ തങ്ങൾ എന്താക്കണം? പേടിക്കണോണ്ടാണ് ചൊന്നത്. കാരണം ബഹുമാനപ്പെട്ടവർ അങ്ങനെ എല്ലാവരും സ്വീകരിക്കുന്ന ഒരാളുള്ള, അതായത് ബഹുമാനപ്പെട്ടവരെ ചൊന്നു കണ്ടെങ്കിൽ കർക്കശമുള്ളെങ്കിൽ ഒരാളാണ്. ഏതൊരു കാര്യം അതബോടും ഭയഭക്തിയോടും പോയിട്ട് കേട്ടെങ്കിലേ കിട്ടൂ അത്രേ.
അപ്പോൾ എന്തൊരു ചൊന്നുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട അജ്മീർ ഖാജ ചൊന്നെങ്കിൽ എങ്ങനത്തെ ആൾക്കാരും സ്വീകരിക്കും. കാരണം അവർ രാജാവാണ്. അപ്പോൾ രാജാവ് എങ്ങനത്തെ ആൾക്കാർ ബന്ധങ്ങൾ അവിടെ നിന്ന് സ്വീകരിക്കേണ്ട ആവശ്യം. പക്ഷേ ബഹുമാനപ്പെട്ട ഫക്രുദ്ദീൻ തങ്ങൾ അങ്ങനെയല്ല. ഫക്രുദ്ദീൻ ബാബു സർവാരി തങ്ങൾ ചൊന്നുണ്ടെങ്കിൽ അത്രക്കും ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള എങ്കത്ത് ഒരു ആളായിട്ട് എന്ത് എന്നുള്ളതാണ് ചരിത്രത്തിലുള്ളത്. അപ്പോൾ ബഹുമാനപ്പെട്ടവർ ഒരുപാട് കറാമത്തുകളും കാട്ടിയെങ്കിത്ത മഹാനാണ് ബഹുമാനപ്പെട്ട ഫക്രുദ്ദീൻ തങ്ങൾ. അപ്പോൾ ആ ഒരു സവിധത്തിൽ ഞങ്ങൾ എത്തേണ്ട കണ്ടെങ്കിൽ അവിടെ പോയിട്ട് ഞങ്ങൾ മനസ്സുരുകിയിട്ട് ഒന്ന് ദ്വാ ചെയ്തേണ്ട കണ്ടെങ്കിൽ അതിക്ക് എന്തുണ്ടാവും, ഉത്തരം ഉണ്ടാവും എന്നുള്ളതിൽ യാതൊരു അഭിപ്രായവുമില്ല. അപ്പോൾ ഒരുപാട് ആൾക്കാർ പോവുകയും ഒരുപാട് ആൾക്കാർ അങ്ങോപേണ എല്ലാ ഉദ്ദേശത്തും സഫലീകരണം കിട്ടുകയും ചെയ്തു. അങ്ങനെ ഉള്ള ഒരു ബഹുമാനപ്പെട്ട ഒരു തങ്ങളാണ് ബഹുമാനപ്പെട്ട ഫക്രുദ്ദീൻ ബാബ സഫാരി തങ്ങൾ. ബഹുമാനപ്പെട്ടവർ ഒരുപാട് ചരിത്രം കറാമത്തും എല്ലാം ഉണ്ട്. ഇൻഷാ അല്ലാഹ് പിന്നെ നെക്സ്റ്റ് ഇതിൽ അപ്പുറം ഞാൻ എന്താക്കുക ചൊല്ല. അപ്പോൾ ഏതായാലും ഇപ്പം ഞങ്ങൾ എന്താക്കിയ ഈ ഒരു എവിടേക്ക് ഈ സർവാർക്ക് ഞങ്ങൾ എന്താക്കി എത്തിയ ഏകദേശം അജ്മീറിൽ നിന്ന് 60 കിലോമീറ്ററാണ് ഇവിടെ ഉള്ളത്, ഈ ഒരു സർവാർക്ക് ഉള്ളത്. അപ്പോൾ ഇതാണ് ബഹുമാനപ്പെട്ടവർ അവർ മക്കാമുള്ളെങ്കിൽ ആ ഒരു ജാഗയിലുള്ളെങ്കിൽ കാര്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടുള്ളത്. ആ എതിർ കണ്ട ഗേറ്റ് ഉണ്ടല്ലോ, അതാണ് ഫക്രുദ്ദീൻ ബാബ തങ്ങൾ സർവാർ തങ്ങൾ അവർ മക്കാമ് പോകണമെങ്കിൽ ഇത് ഗേറ്റാണ്. ഭയങ്കര വലിയൊരു ഗേറ്റാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാർ, അതായത് ഞങ്ങൾ അജ്മീർ ബന്ധേണ്ട കണ്ടെങ്കിൽ അജ്മീർ ബന്ധ ഒരാൾ മസ്റ്റായിട്ട് പറയേണ്ട ഒരു കാര്യമായിട്ട് ഇവിടേക്ക് ഈ ഒരു സർവാർക്ക് ചൊല്ലത്. അതായത് ഒരാൾ മക്കത്ത് പോയിട്ട് കണ്ടെങ്കിൽ മക്കത്ത് പോയിട്ട്, അതായത് ഹജ്ജിക്ക് ഒരാൾ പോയിട്ട് അറഫത്തേക്ക് പോയില്ലെങ്കിൽ എങ്ങനെ ഉണ്ടാവും, ഹജ്ജ് സ്വീകരിക്കുള്ളൂ. അതേപോലെ ഒരാൾ അജ്മീർ വന്നിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അജ്മീർ ഒത്ത ബന്ധം കണ്ടാൽ ഇവിടേക്ക് വന്നിട്ടേ വേണം, സർവാർക്ക് ഒന്ന് വന്നിട്ടേ വേണ്ടിട്ടാണ് ആലിമീങ്ങളിൽ ഉണ്ടാക്കിച്ചുള്ളത്. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ വന്ന ഗാഡിയിൽ നിന്ന് കഴിഞ്ഞിട്ട് നേരെ ഇവിടേക്കാണ് സർവാർ തങ്ങളെ ബഹുമാനപ്പെട്ടവരെ അവർ മക്ബറത്തുള്ള പ്ലേസിൽ കൊണ്ടാണ്. ഇവിടെ ഞങ്ങൾ ചെറുപ്പം കാര്യം ബേക്കുള്ള കാര്യം കാണാം. അതുപോലെ ഒരുപാട് അങ്ങാടിയും കാര്യം നമുക്ക് ഇവിടെ ഉണ്ടാവും. അപ്പോൾ അതായത് ഞങ്ങളിപ്പോൾ നാസ്റ്റാക്കറെങ്കും അതുക്കും ഇതുക്കും എല്ലാത്തുമുള്ള വ്യവസ്ഥ ഇവിടെ ഉണ്ട്. അതേപോലെ ഞങ്ങൾ ഉൾക്കെടുത്തോളം ചെറുപ്പ് ബേക്കുള്ള ഒരുപാട് സെറ്റപ്പും കാര്യമാണ് അങ്ങോട്ട് ചെറിയൊരു പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ചെറുപ്പ് ബേക്കാം. ചിലത് ആൾക്കാർ എന്താക്കും മക്കാമർ അവിടെ എതിർ ബൈക്കും ഉണ്ട്. പക്ഷെ ഏറ്റവും നല്ലത് ഞങ്ങൾ സേഫായിട്ട് ബൈക്കലാണ് നല്ലത്. അപ്പോൾ ഇതാണ് ഇവിടെ മെയിൻ ഒരു ഗേറ്റ് ചൊല്ലത്. നല്ല വലിയൊരു ഗേറ്റാണ്. എന്താ ചൊല്ലേ, ഒരു ഭീമാകാരമായ ഗേറ്റ് ചൊല്ലേ, അങ്ങനത്തെ ഒരു ഗേറ്റാണ് ഇത്. ഇതേപോലത്തെ ഒരു ഗേറ്റ് നമ്മൾ ഇവിടെ അജ്മീറിലും കാണാൻ കൂടെ. ഇൻഷാ അല്ലാഹ് ബണ്ടർ വീഡിയോയിലാണ് അജ്മീറുള്ള ആ ഒരു ഗേറ്റും കാര്യം എനിക്ക് എന്താക്കുക കാട്ടിത്തന്നെ. അപ്പോൾ ഇതാണ് ഈ ഒരു ഗേറ്റ് നോക്കുക. ഇപ്പം ഞങ്ങൾ എതിരെ ഉൾഗാണ് പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കാണുമ്പോൾ നല്ല ഒരു എന്താ ചൊല്ലി കൊത്തുപണി ആവട്ടും അത് ഒരാക്കാറായിട്ട് നല്ല അടിപൊളിയായിട്ടാണ് ഉള്ളത്. അപ്പോൾ അവിടെ നിന്നിട്ട് ഞങ്ങൾ പോയിട്ട് കണ്ടെങ്കിൽ ഈ ഒരു ദർഗ ഉള്ളിൽ ഒരു പുലയുടെ സൈഡിലാണ് ഞങ്ങൾക്ക് ഒരു കിര ഉണ്ട്. ആ കിരയുടെ സൈഡിലായിട്ടാണ് ഈ ഒരു എന്തുള്ളത് ദർഗം കാര്യം നമുക്ക് കാണാൻ സാധ്യത. അപ്പോൾ ഏതായാലും ഇതിൽ മെയിൻ കൂടെ വന്നിട്ട് ഒരു നിർമ്മിതി ആയിട്ട് ഞങ്ങൾ നോക്കണമെങ്കിൽ ഈ ഒരു ഗേറ്ററമേ ഞങ്ങൾക്ക് എന്താക്കാൻ നോക്കാം. അത്രക്കും വലിയൊരു ഗേറ്റും കാര്യമാണ്. ഗേറ്ററെ കുറിച്ച് ചൊല്ലുകൊണ്ട് കണ്ടെങ്കിൽ അതൊരു അത്ഭുതമായതുകൊണ്ട് മാത്രമേ ഞാൻ ചൊല്ലേ. അപ്പോൾ ഞങ്ങൾക്ക് ഊടിൽ നിന്നിട്ട് നേരെ ഞങ്ങൾക്ക് ആ ദർഗ ഉള്ള ആ ഒരു ഭാഗത്തും കൂടി ഞങ്ങൾക്ക് എന്താക്കാൻ പോവാം. പിന്നെ ഞങ്ങൾ ഇവിടെ മെയിൻ ചൊല്ലുള്ള ഒരു കാര്യം ചെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണോ ബഹുമാനപ്പെട്ടവർ ആ ഒരു ദർഗത്ത് പോയെങ്കിൽ ഞങ്ങൾക്ക് കവാലും കാര്യം കേൾക്കുക അവിടെ. അതേപോലെ ഇവിടെ എന്തുകൊണ്ടോ ആ കവാലും കാര്യം ഞങ്ങളൊന്ന് കേൾക്കുക സാധ്യമാവും. അപ്പോൾ ഞങ്ങൾ എതിർ കണ്ടതാണ് ഇവിടെ എന്താ കവാലിയാണ് നടന്നുകൊണ്ടുള്ളത്. ഇതിൽ നേരെ കണ്ടിട്ടുള്ളൂ, അവിടെയാണ് നേരെ എതിരാണ് എന്നുള്ളത് പള്ളി ഉള്ളത്. ഞങ്ങൾ പക്ഷേ ഈ ഇതിൽ മേൽ പത്യങ്ങളാണ് ബഹുമാനപ്പെട്ടവർ ആ ദർഗവും കാര്യം നമുക്ക് എന്താ നോക്കുക സാധ്യ അവിടെ. അപ്പോൾ ഞങ്ങൾ ഒരു സ്റ്റെപ്പും കാര്യമാണ് പത്തി കൊണ്ടുള്ളത്. അതായത് ആ ഒരു ദർഗത്തെ ഭാഗത്ത് കാണാൻ പോയിട്ടുള്ളത്. ഒരുപാട് ആൾക്കാർ സിയാറത്തേക്ക് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ബണ്ടെങ്കിലത്തെ പ്ലേസും കൂടിയാണ് കണ്ടില്ല. ഇതാണ് ബഹുമാനപ്പെട്ട ഒരു ദർഗ. വിശ്വാസത്തിലെ ഉൾക്കൊള്ള കാഴ്ച പിന്നീട് ഞാൻ എന്താക്കുക കാട്ടിത്തണ്ട. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഓരോ ആൾക്കാർക്ക് ദഹിക്കവും അതേപോലെയുള്ള വ്യവസ്ഥയും കാര്യം ഇവിടെ ഉണ്ടാവും. അതേപോലെ സിയാറത്തുള്ള വ്യവസ്ഥയും കാര്യം ഉണ്ടാവും. അപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ ഞങ്ങൾ എന്താക്കിയത്. ഞങ്ങളിപ്പോൾ ഒരു ടീമായിട്ട് വന്നത് കൊണ്ട് ഇവിടെ ഞങ്ങൾ മ്യൂസ് ഉണ്ട്. അപ്പോൾ ഇതാണ് നേരത്തെ ചൊന്നത് ആ ഒരു ലേക്ക്. ഇപ്പോൾ തന്നിയൊന്നും കാര്യമില്ല. അപ്പോൾ
ഇനിയിപ്പോൾ ഞങ്ങൾ കൂടെ ബഹുമാനപ്പെട്ടവർ എന്താ പറയുക സിയാറത്തും കാര്യമാക്കൊക്കെ മെയിനായിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ കൂടെ വന്നിട്ടുള്ളത്. അതുപോലെ ഞങ്ങൾ ഉസ്താദും എന്നോട് കൂടെ ഉണ്ട്. ഉസ്താദ് ഒരുപാട് ചരിത്രമുള്ള നല്ല ചരിത്രമുള്ള ഉസ്താദാണ്. ഉസ്താദിനെ നമുക്ക് ഈ ഒരു ടീമിൽ കിട്ടി ഞങ്ങൾ ഉസ്താദോട് കൂടി വന്നത് ഏറ്റവും വലിയൊരു എന്താ ചൊല്ലാം നല്ല ഭാഗ്യം ചൊല്ലാം. ഒരു ദർഗയിലുള്ള ഈ ഒരു കാര്യം കാണാൻ നല്ലൊരു കൊത്തുപണിയും കൊണ്ടിട്ടുള്ള നല്ലൊരു കെട്ടിയാണ്, മാർബിൾ കൊണ്ടിട്ടാണ് ഇവിടെ കെട്ടിയിട്ടുള്ളത്. അതേപോലെ ഇവിടുത്തെ ഒരു വർക്കും കാര്യം കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുള്ള വർക്കും കാര്യമാണുള്ളത്. ഏതായാലും ബഹുമാനപ്പെട്ടവരുള്ള അവർ മരണം കാര്യമായിട്ടുള്ള ചെറിയൊരു ചരിത്രം ഞങ്ങൾ ഉസ്താദ് ചൊല്ലുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അമ്മാവന്മാരെ നാട്ടിൽ പോയിക്കോന്നാണ് ഇങ്ങോട്ട് പറഞ്ഞത്. ഇത് സർവർ എന്നാൽ ഇത് അമ്മാവന്മാരുടെ നാടാണ്. ഇവിടെയാണ് ആദ്യത്തങ്ങൾ എന്നല്ല ഉമ്മാന്റെ ഭാര്യയുടെ അങ്ങളുള്ളത്, ഇവരെ അമ്മയുണ്ട് മാമസ്വാമികളാണ് ഇവർ പറഞ്ഞു. 32 കൊല്ലം ഇവിടുത്തെ ഇവിടുത്തെ ജനങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് നേതൃത്വം കൊടുക്കരുത്. അങ്ങനെ എന്താക്കി ഈ ഇവിടുത്തെ ഈ നാട്ടുരാജാക്കന്മാർ ഓൽക്ക് ഒരു നിലക്കും ഇവരെ പിടിച്ചു കെട്ടാൻ കഴിയുന്നില്ല. പിടിച്ചു കെട്ടിയാൽ ഓൽക്ക് എന്താക്കണമെങ്കിൽ മുന്നോട്ട് കയറാൻ കഴിയും. പക്ഷെ ഇവരുള്ളത് കൊണ്ട് ഒരു നിലക്കും വിജയിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഇവരോട് യുദ്ധത്തിന് വന്നു മുസ്ലിങ്ങൾ നേതൃത്വ മഹാന ഫഖ്റുദ്ദീൻ തങ്ങളാണ് അപ്പുറത്ത് നാട്ടുരാജാക്കന്മാരും. അങ്ങനെ യുദ്ധം നടക്കുക, ഇവരെ പിന്നിന്ന് ചാട്ടുള്ളി എറിഞ്ഞ് കൊലപ്പെടുത്തുക. അങ്ങനെ ഫഖ്റുദ്ദീൻ തങ്ങൾ യുദ്ധത്തിൽ ഷഹീദായി വീണു. മുസ്ലിങ്ങൾ ഛിന്ന ഭിന്നമായി പോയി. കാരണം നേതൃത്വമായ ഫഖ്റുദ്ദീൻ തങ്ങളെ വഫാത്തായി. അപ്പുറത്ത് ശത്രുക്കൾ ആഘോഷിക്കാൻ തുടങ്ങി. ആ സമയം ഫഖ്റുദ്ദീൻ തങ്ങൾ വഫാത്തായി കിടക്കുകയാണ്. ശത്രുക്കൾ ആഘോഷിക്കാൻ അവൻ കൈ ഇങ്ങോട്ട് അറ്റണ്ട് പോന്നു. ആ കയ്യിൽ വാള് മാത്രമുണ്ട്. എന്നിട്ട് ആ കയ്യിൽ മാത്രം പോയി ജനങ്ങളോട് യുദ്ധം ചെയ്തു. ഒരൊറ്റ കയ്യ് മാത്രം പോയി. അതുകൊണ്ട് ഈ നാടിന് ഈ പേരെന്നെ വരാൻ കാരണം സർവാർ, അവിടുത്തെ സെൽവാർ, അവിടുത്തെ വാളിന്റെ പേര് കൂടെ. അങ്ങനെ ഈ നാടിന് ഈ പേരെന്നെ വരാൻ കാരണം അത്രയും കറാമത്ത് കാണിച്ച മഹാന. വലിയ കറാമത്ത് എന്ന ഒരു വിഷയം മനസ്സറിഞ്ഞ് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഉടനെ പരിഹാരം കാണിച്ചു തരും. നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം ആ മഹാന്മാരോട് സലാം പറയും. അസ്സലാമു അലൈക്കും യാ വലിയ അല്ലാഹ്, അറിയുന്ന രൂപത്തിൽ സലാം പറയും. എന്നിട്ട് നിങ്ങൾ പറഞ്ഞാ വന്ന് ഇന്ന വിഷയത്തിന് എനിക്കിങ്ങനെ പ്രശ്നമുണ്ട്, നിങ്ങൾ പറഞ്ഞു നോക്കി, ഇൻഷാ അല്ലാഹ് പരിഹാരം ഉണ്ടാവും. അല്ലാഹു തആല പരിഹാരം കാണിച്ചിട്ട് അല്ലാഹു സ്വീകരിക്കുന്ന യാത്രയാക്കി തരട്ടെ. അപ്പോൾ ഇതാണ് ബഹുമാനപ്പെട്ടവരാവറും മക്ബറ ചൊല്ലത്. കണ്ടത് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ നല്ല ഒരു എന്താ വെച്ചുള്ള മാർബിൾ കൊണ്ടിട്ടുള്ള ഇതാണ് ഇവിടുത്തെ കുത്തുപണിയും അതുപോലെ ഇവിടെ കെട്ടിയതും കാര്യമെല്ലാം. ശുൽക്കത്തിൽ പോയിട്ട് വീഡിയോ എടുത്തിട്ടില്ല, പുറത്തിൽ നിന്നിട്ടാണ് വീഡിയോ എടുത്ത് കാട്ടിയത്. അപ്പോൾ ഇതാണ് ബഹുമാനപ്പെട്ടവരാവറും ദർഗ ചൊല്ലത്. അപ്പോൾ അത് ഉസ്താദ് ചൊന്നതുപോലെ മനസ്സറിഞ്ഞിട്ട് ഒരാൾ ഇവിടെ ഏൽപ്പിച്ചതിന് കൂടെ നിങ്ങൾക്ക് ഒന്നാവും ഉത്തരം കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ബഹുമാനപ്പെട്ടവരെ അവർ ദർഗയുടെ ഉൾഗത്തിലുള്ള അവർ കാഴ്ച ചൊല്ലത്. അപ്പോൾ ഈ ഒരു ദർഗത്തെ നേരത്തെ சொன்னതുപോലെ ഇങ്ങനത്തെ ഒരു ലേക്കും കാര്യമാണ് നമുക്ക് കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൽ നല്ല തണ്ണിയുള്ള സന്ദർഭത്തിൽ ബോട്ടിങ്ങും കാര്യമാണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത് നമുക്ക് സൗലഭ്യമായിട്ട് കിട്ടും. അത് അപ്പുറത്തൊരു സൈഡിൽ പോയെങ്കിൽ മാത്രമാണ്. ഏതായാലും അവിടുത്തെ പുറത്തിലുള്ള ഒരു വ്യൂ ഇങ്ങനെയാണ് നമുക്ക് എന്താ അവിടെ കാണുക സാധ്യമാവുന്നത്. അപ്പോൾ ഇതാണ് ബഹുമാനപ്പെട്ട ഫഖ്റുദ്ദീൻ ബാബ സർവാരി തങ്ങളുടെ ആ ഒരു മക്ബറയും അവിടുത്തെ പരിസരവും അതുപോലെ അവിടുത്തെ ഒരുപാട് സിയാറത്താക്കോ ബന്നെങ്കിൽ ഒരുപാട് ആൾക്കാരെ നമുക്ക് അന്ന് കാണാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ സാധാരണ നല്ല പല മക്ബറകളിലും ഉള്ളതുപോലെ തന്നെ എന്നെയുള്ള ഇത്രയെങ്കിലത്തെ ആ ഒരു കാര്യം കൂടെ നമുക്ക് കാണാൻ സാധ്യമാവുന്നത്. വണ്ടിക്ക് വന്ന അങ്ങനെ അവിടെ നിന്നൊരു സിയാറത്താക്കിയിട്ട് ഞങ്ങൾ നേരെ ഇപ്പോൾ പോകേണ്ടതാണ്. നേരത്തെ വന്ന ഗാഡിയിലാണ് പോകേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു ഇരിഞ്ഞിട്ട് പോയേണ്ട കണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ഒരു ദർഗത്ത് നേരെ കീഴിൽ പോയെങ്കിൽ പിന്നെ ഒരു ചെറിയൊരു ചണ്ട് മക്ബറ നിങ്ങൾക്ക് എന്താ കാണാൻ സാധ്യതയുണ്ടോ. അത് ബഹുമാനപ്പെട്ടവരെ കൂടെ ഉണ്ടായതിരിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ദർഗത്തെ നേരെ ഇരിഞ്ഞിട്ട് വന്നിട്ട് ഇടത്തെ സൈഡിൽ ഞങ്ങൾക്ക് കണ്ടെങ്കിൽ ഇങ്ങനത്തെ ചെറിയൊരു ഓണി പോലത്തെ ഒരു ഇലിഞ്ഞു പോകണമെങ്കിൽ ഇത് ജാഗയുണ്ട്. അവിടെ ഒരു ചെറിയൊരു മക്ബറ നിങ്ങൾക്ക് എന്തോ കാണുക സാധ്യതയുള്ളത്. ബഹുമാനപ്പെട്ടവരെ കൂടെ ഉണ്ടായ ആൾക്കാർ ഒരു മക്ബറും കൂടിയാണ്. അപ്പോൾ അവിടെ നിന്നിട്ട് സിയാറത്തും കാര്യമാക്കിയിട്ട് പിന്നെ നേരെ അവിടെ നിന്ന് പുറത്ത് വന്നതാണ്. അപ്പോൾ ഇതാണ് അവിടുത്തെ പുറത്തിലുള്ളെങ്കിൽ ഒരു കാഴ്ച. നേരത്തെ ഇവിടെ ഞങ്ങൾ കണ്ട പോലെ തന്നെ ഇവിടെ നിന്നിട്ട് കവാലും കാര്യം. അപ്പോൾ ഇത് ഇവിടെ ഉള്ളെങ്കിൽ ഒരു ഹൗളാണ്.
അങ്ങനെ അവിടെ സിയാറത്തും കഴിഞ്ഞിട്ട് അവിടെ ഉള്ള കാഴ്ച കണ്ടിട്ട് നേരെ പിന്നിട്ട് ഞങ്ങൾ ആ ഒരു ഗാഡിക്ക് ഞങ്ങൾ എന്താക്കി തന്നെ പോകേണ്ടതാണ്. അപ്പം നേരത്തെ ചെന്നതുപോലെ ഇപ്പോൾ സുബൈ പെണ്ണിനെങ്കിൽ നാശനം കാരവിച്ചതുപോലെ ഹോട്ടലും കാര്യമെല്ലാം ഇവിടെ നിന്ന് ഞങ്ങൾക്ക് കിട്ടും. അതേപോലെ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതേപോലെ ആണെങ്കിൽ ചെറുപ്പം കാര്യം ബേക്കുള്ള പ്ലേസ് ഉണ്ട്. കാരണം ഈ ഇവിടെ ബന്ധം അജ്മീർ ബന്ധം മെയിൻ ഞങ്ങൾക്ക് ചെറിയ പ്രോബ്ലം വേണ്ടതാണ് ചെറുപ്പം കാര്യം ബേക്കുന്നത്. അതേപോലെ ഇതൊന്നും ഇവിടെയുള്ള ചെറിയൊരു അങ്ങാടി പോയിട്ട് കടലങ്കാരെ എടുത്തതാണ്. അപ്പോൾ അതേപോലെ കളിക്കൂല മക്കൾക്കുള്ള കളിക്കരം കാര്യവും എല്ലാം ഞങ്ങൾക്കൊന്നും ഈ ഒരു സ്ട്രീറ്റിൽ ഞങ്ങൾക്ക് കിട്ടും. എടുക്കരം കിടക്കുക ഇല്ലെങ്കിൽ അജ്മീറിൽ വേണ്ട പോലത്തെ ഷോപ്പും കാര്യവും ഞങ്ങൾക്ക് ഇവിടെ അജ്മീറിൽ ഉണ്ട്. എങ്ങനത്തെ ഷോപ്പ് വേണോ അങ്ങനത്തെ ഷോപ്പെല്ലാം ഞങ്ങൾക്ക് ഇവിടെ കിട്ടും, അജ്മീറിൽ കിട്ടും. അപ്പോൾ ഇതാണ് ബഹുമാനപ്പെട്ടവർ ആ ഒരു ചരിത്രവും അവിടുത്തെ ഒരു ദർഗവും കാര്യമാണ് ഞങ്ങളിപ്പോൾ എന്താക്കിയത് കണ്ടത്. അപ്പോൾ ഇനി ഞങ്ങൾ നേരെ ഓർഡർ എന്തായതാണ് പുറത്തായിട്ട് പോകേണ്ടതാണ്. പോകുമ്പോൾ ഒരു യോഗ ആക്കണമെങ്കിൽ ഒരു സ്റ്റാച്ചു ആണ് ഞങ്ങൾ എന്താക്കിയത് കണ്ടത്. അങ്ങനെ അവിടെ നിന്ന് പുറത്തായിട്ട് ഞങ്ങൾ നേരെ ഇനിയിപ്പോൾ ഇവിടെ കാണാം അജ്മീർ വന്നത്. അപ്പോൾ അജ്മീറിൽ അജ്മീർ വന്നത് ചെന്നിട്ടുണ്ടെങ്കിൽ ഇനി പിന്നൊരു വലിയൊരു എന്താ വലിയൊരു ചരിത്രപരമായ എങ്കിൽ വലിയൊരു പ്ലേസ് കാണിക്കാൻ ഞങ്ങൾ എന്താക്കിയത് പോണപ്പോൾ ഒരു ആടും കയറുമ്പോൾ ഒരു വീടെടുത്തതേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ വന്ന അതേ ഗാഡിയിലാണ് റിട്ടേൺ ഇവിടേക്ക് പോയത്, അജ്മീറിലേക്ക് പോയത്. കാരണം ഈ പുസ്തകം ഞങ്ങൾക്ക് ആക്കി തന്നാണ്. ഈ പോകേണ്ട സന്ദർഭത്തിൽ ഞങ്ങൾ പാടിയെങ്കിൽ ചില ബൈക്കും കാര്യമാണ്. അപ്പോൾ നേരത്തെ ഞാൻ ചെന്നതുപോലെ തന്നെ ഞങ്ങൾക്ക് ഈ സർവർ ഷരീഫ് പോകേണ്ട സന്ദർഭം ഒരുപാട് കൃഷിഭൂമി നമുക്ക് കാണാൻ സാധ്യമാണ്. ഇത് ഈ കണ്ടത് കൃഷിഭൂമിയാണ്. അതേപോലെ ഒരു ആടുമേക്കര ആൾക്കാരും ഉള്ള ഒരു കാര്യം നമുക്ക് സാധ്യമാണ്. അതേപോലെ രാജസ്ഥാനിൽ പ്രത്യേകിച്ച് ഞങ്ങൾ ചൊല്ലുള്ള കാര്യമുള്ളതെന്നെങ്കിൽ മാർബിളാണ്. അപ്പോൾ നമുക്ക് ഒന്നുമില്ല താജ്മഹൽ നിർമ്മിക്കുകയായിട്ട് മാർബിൾ എടുത്തത് ഓർഡറിതാണ്. ഈ താജ്മഹൽ നിർമ്മിക്കുക മാർബിൾ രാജസ്ഥാനിലാണ് കൊണ്ടുവന്നത്. കഴിഞ്ഞ താജ്മഹൽ നിർമ്മിക്കുന്ന സന്ദർഭത്തിൽ ആ ഒരു ചരിത്രം കാര്യം ഞാൻ ചൊന്നിട്ടുണ്ട്. അപ്പോൾ അവർ മാർബിളിലുള്ള ഇഷ്ടംപോലെ ഗാഡിയും ഇഷ്ടംപോലെ ആ മാർബിൾ കൊണ്ട് ആ കല്ലും കാര്യം എടുത്തുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ നോക്കാൻ സാധ്യം. ഇഷ്ടംപോലെ ഞങ്ങൾ പോകുമ്പോൾ രാജസ്ഥാനിൽ ഹൈയസ്റ്റ് ഞങ്ങൾ കാണേണ്ട ഒരു കാര്യമാണ് ഈ ഒരു മാർബിൾ എടുത്തുകൊണ്ട് ആ ഒരു കല്ലാണ്. ഈ കല്ലിൽ നിന്ന് മുറിച്ചിട്ടാണ് പിന്നീട് ആ ഒരു പീസും കാര്യമാക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതേപോലെ മുരിക്കരുത് ഞങ്ങൾ ഇവിടെ കണ്ടിട്ടില്ല. മുന്നോട്ട് ട്രെയിനിൽ പോകുമ്പോൾ ഒരു സൈഡ് ഞങ്ങൾ മുരിക്കരുത് കണ്ടിട്ടില്ല. അപ്പോൾ ഏതായാലും അവിടെ നിന്നിട്ട് ഞങ്ങൾക്ക് ഒരു ഫ്ലേവറിൻ്റെ അടിയിലാണ്. ഇത് ഞങ്ങൾ പോകുമ്പോൾ നമുക്ക് ഓർമ്മ വന്നത് കല്ലടക്കത്താണ് ഓർമ്മ വന്നത്. നമുക്കൊന്നുള്ളത് പോലെ മൈക്കാലത്തുള്ള ആൾക്കാർക്ക് ഞങ്ങൾ ദക്ഷിണകനെടുത്ത ആൾക്കാർക്ക് അതായത് കല്ലടക്കത്തെ ആ ഒരു ഫ്ലേവറിനെടുക്കുന്ന സന്ദർഭത്തിൽ ഒരുപാട് ഇതിന്തല്ല അവർ ഇതും. അതുപോലെ ഈ റോഡിൽ പോകുമ്പോൾ മെൽക്കറാണ് ഓർമ്മ വന്നത്. മെൽക്കറിൽ ഇങ്ങനത്തെ ഒരു സീനാണ് എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ ഇതിനങ്ങ് പോകുമ്പോൾ ഇതൊരു വിഷയമാണ് എന്താക്കിയാണ് മുണ്ടിക്കൊണ്ടും പോയത്.
അതുപോലെ ഉപ്പിനങ്ങയുടെ ആ ഒരു ഫ്ലേവറും കാര്യമാണ്. അപ്പോൾ ഇത്രയായിട്ട് ക്രീണ്ടത്തോറും ഞങ്ങളൊരു വീഡിയോ ചൊല്ലത് സെർവർ ബാബ് തങ്ങളെ ഫക്രുദ്ദീൻ തങ്ങളെ സ്റ്റോറി ചൊല്ലത്. ഇൻഷാല്ല പണ്ട് നാല് പുതിയ ജാഗയായിട്ട് പുതിയൊരു ചരിത്രമായിട്ട് പണ്ട് അത്രത്തോളം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.